discuss. First of all, let's have a short prayer. വിശുദ്ധീന ജ്ഞാനത്തിലെ വിശ്വാസത്തിലെ കൂടുതൽ വളരാനായപ്പെടാൻ ആവശ്യമായിട്ടുള്ള ബോധ്യങ്ങൾ, സാഹചര്യങ്ങൾ, ബന്ധങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. പഠിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിൽ തേജസ്വിയായി മാറട്ടെ. മദ്യപാനം, മയക്കുമരുന്ന്, ലൈംഗിക ആസക്തിയിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അതുവഴി കുടുംബങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് അവിടുത്തെ കരുണ വർഷിക്കണമേ. How are you? Today we are going to discuss a very interesting and important topic, that is biotechnology. Biotechnology is considered as the science of today and the science of future. In this year, we have two chapters from this branch of biology. The first chapter, that is the principles and processes of biotechnology. And in this chapter we deal about the tools, techniques and principles of biotechnology. And in the second chapter, it is biotechnology and its applications. We will study various types of applications of biotechnology. And dear students, this is the discipline that is having progressive development in science. It is considered as the most emerging subject, discipline all over the world. And when I say some examples, you can realize the potential of this discipline. Dear students, ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ. ഇത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം. ഈ കാലഘട്ടത്തിന്റെ തന്നെ ഒരു ശാസ്ത്രം, അത് മാത്രമല്ല ഭാവിയുടെ ശാസ്ത്രം എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു ഡിസിപ്ലിനിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ പങ്കുവയ്ക്കുന്നത്. എന്താണ് ഈ ഒരു ശാസ്ത്രത്തിന്റെ പൊട്ടൻഷ്യൽ എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില എക്സാമ്പിൾസ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ അതിശയിച്ചു പോകും. And I personally think that what we dream, that can put into reality by this technique. നമ്മൾ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്ന രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്, ഒരു ശാസ്ത്രമാണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്. I will say some examples. There is a usual view when we visit or when we go to the vegetable market, especially to buy some tomatoes. നമ്മൾ സാധാരണ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക. നമ്മൾ നമ്മുടെ പച്ചക്കറി കടയിൽ തക്കാളി മേടിക്കാനായിട്ട് ചെല്ലുന്നു. നമ്മൾ പറയുന്ന 2 കിലോ തക്കാളി വേണം ചേട്ടാ എന്ന് പറയുമ്പോൾ ചേട്ടൻ ചെയ്തൊരു കാര്യമുണ്ട്. ആ വീഞ്ഞപ്പെട്ടിയിൽ ഇരിക്കുന്ന തക്കാളി എടുത്ത് നമുക്ക് തരുന്നതിൻ്റെ കൂട്ടത്തിൽ കുറേ തക്കാളി ചീഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ആ തക്കാളി എടുത്ത് ഓരോന്നായിട്ട് ചേട്ടൻ ഇങ്ങനെ എറിയുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതൊരു കോമൺ പ്രാക്ടീസാണ്. സത്യത്തിൽ എനിക്ക് ഭയങ്കര വേദന തോന്നിയിട്ടുള്ളൂ. പാവം പച്ചക്കറി കടക്കാരൻ നമുക്ക് 2 കിലോ തക്കാളി തരുമ്പോൾ ഒരു 5-8 എണ്ണം എറിഞ്ഞ് കളയുകയാണ്. എന്തൊരു നഷ്ടമാണ്. പക്ഷെ നഷ്ടമൊന്നുമില്ല എന്നുള്ളത് പിന്നീട് മനസ്സിലായി. അങ്ങനെ എറിഞ്ഞു കളയുന്ന തക്കാളിക്കും കൂടെ കൂട്ടിയാണ് ചേട്ടൻ നമ്മളിൽ നിന്ന് വില മേടിക്കുന്നത്. അപ്പൊ അതോടെ പക്ഷെ ഇനി രണ്ടാമത് നമുക്ക് ഉണ്ടാകുന്ന ഒരു വലിയ ഒരു വിഷമം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ മനസ്സിൽ ചിന്തിക്കും, ഡ്രീം ചെയ്യും, if these tomatoes were not rotten, ഈ ടൊമാറ്റോസ്, ഈ തക്കാളി ചെയ്യാതിരുന്നെങ്കിൽ, ഇത് സ്പോയിൽഡായി പോകാതിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു വിചാരം നമ്മുടെ മനസ്സിലുണ്ടായാൽ യെസ്, the biotechnology can help us. ബയോടെക്നോളജിക്ക് ഇതിനൊരു പരിഹാരമുണ്ട്, ഒരു സൊല്യൂഷൻ ഉണ്ട്. And we have already created the genetically engineered flower sour tomato that will have the added shelf life. കണ്ടോ, ഇതിനൊരു പരിഹാരമുണ്ട്. അലമാരക്കകത്ത്, വിഞ്ഞപ്പെട്ടിക്കകത്ത് ചെയ്യാതെ ദീർഘനാള് കേടുകൂടാതെ ഇരിക്കുന്ന
ഉപയോഗിക്കുന്ന തക്കാളികളെ നമ്മൾ ബയോടെക്നോളജി ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇതിനെ നമ്മൾ വിളിച്ച പേരാണ് ഫ്ലവർ സവർ ടൊമാറ്റോ ദാറ്റ് ഈസ് ഹാവിംഗ് മോർ ഷെൽഫ് ലൈഫ്. അതിന് പിന്നൊരു ശാസ്ത്രമുണ്ട്. എന്താണ് ശാസ്ത്രം? ഈ തക്കാളി ചെയ്യാനായിട്ട് കാരണമായിട്ടുള്ള ഒരു എൻസൈം ഉണ്ട്. അതിന്റെ സെൽ വോളിനെ ഡീഗ്രേഡ് ചെയ്ത് കളയുന്ന ഒരു എൻസൈം. ആ എൻസൈമിന്റെ പേരാണ് പോളിഗാലക്ടൂറോണൈസ് എൻസൈം. നിങ്ങളിപ്പോൾ സുവോളജിയിലെ ജനറ്റിക്സ് ഒക്കെ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ എൻസൈമും ജീനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താണ് റിലേഷൻഷിപ്പ്? ഓരോ എൻസൈമിന് അല്ലെങ്കിൽ ഓരോ പ്രോട്ടീനിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ജീൻസ്. അപ്പൊ ഇവിടെ സയന്റിസ്റ്റുകൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? ഈ പോളിഗാലക്ടൂറോണൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമിന്റെ പ്രവർത്തനത്തെ ഡിലേ ചെയ്തു, പ്രവർത്തനത്തെ റെഡ്യൂസ് ചെയ്തു. അപ്പൊ അതിന്റെ പ്രൊഡക്ഷൻ വളരെയധികം കുറഞ്ഞു. അങ്ങനെ ഇതിന്റെ ഷെൽഫ് ലൈഫ് നമുക്ക് കൂട്ടാനായിട്ട് പറ്റി. ഇപ്പം ബയോടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ മനുഷ്യന് പ്രയോജനപ്രദമായിട്ട് ഉള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് കഴിഞ്ഞു. ദിസ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി ഇൻ അഗ്രികൾച്ചർ. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഈ ലോകത്തിൽ തന്നെ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ കൊണ്ട് ഒത്തിരിയേറെ കുട്ടികൾ ഒരു മാൽന്യൂട്രീഷന്റെ ഒരു എഫക്റ്റ് ആണ്. അതിന്റെ ഫുഡില് വിറ്റമിൻസിന്റെ, പ്രത്യേകിച്ച് വിറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു ഡെഫിഷ്യൻസി കണ്ടീഷനാണ് ഈ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഒത്തിരിയേറെ ലക്ഷക്കണക്കിന് കുട്ടികൾ ഈ ഒരു അവസ്ഥ മൂലം മരണത്തിനിടയാണ്. അപ്പോൾ ഇവിടെയും ബയോടെക്നോളജി അതിനൊരു സൊല്യൂഷനായി എത്തി. നമ്മൾ സാധാരണ ജനങ്ങൾ കഴിക്കുന്ന അരിയിൽ ഈ വിറ്റമിൻ എയുടെ പ്രക്കോസർ ബീറ്റ കരോട്ടിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള ജീനിനെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു. ഇന്ത്യയും ഈ ഒരു ക്രിയേഷൻ ഓഫ് ഗോൾഡൻ റൈസിൽ പങ്കാളിയായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് സയന്റിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്ത റൈസ് പ്ലാന്റിനെ വിളിക്കുന്ന പേരാണ് ഗോൾഡൻ റൈസ്. ഇനി അതിന്റെ അരി കഴിച്ചു കഴിഞ്ഞാൽ ഈ വിറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടാവില്ല. നോക്കൂ, ഇനി ഇതേപോലെ തന്നെ എഡിബിൾ വാക്സിൻസ്, അനദർ ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി. നമുക്ക് ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടറെ കാണും, മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തരും, മെഡിക്കൽ ഷോപ്പിൽ വെച്ച് നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ ഒക്കെ കൊടുത്തിട്ട് അത് വാങ്ങിച്ച് നമ്മളിങ്ങനെ കഴിക്കണം. ഇപ്പോൾ ബയോടെക്നോളജി അതിനും പരിഹാരം തരികയാണ്. ഇപ്പൊ ഹെപ്പാറ്റൈറ്റിസ് ബി അതുമൂലം സഫർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? അദ്ദേഹത്തിന്റെ ഹോം സ്റ്റേറ്റിൽ അദ്ദേഹം വളർത്തുന്ന ഒരു ബനാന പ്ലാന്റിൽ നിന്ന് ഒരു ബനാന എടുത്ത് കഴിച്ചാൽ മതി. The biotechnologists already introduced the therapeutic gene into the banana plant that can produce the therapeutic medicine. പക്ഷെ അത് എത്ര ഡോസൊക്കെ എത്രണ്ണം കഴിക്കണമെന്നൊക്കെ ഉള്ളത് ശ്രദ്ധിച്ചു വേണം കഴിക്കാനായിട്ട്. ഇതേപോലെ we have already developed GM pigs, genetically modified pigs, which can produce the human blood factors. ഇനി നമ്മൾ ഓടി നടക്കേണ്ട കാര്യമില്ല. നമുക്ക് ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പ് ബ്ലഡ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ വളർത്തുന്ന പന്നി ഫാമിലേക്ക് ചെന്നിട്ട് ആ പന്നിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഹ്യൂമൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത്തരത്തിലൊക്കെ ഈ സാങ്കേതിക വിദ്യ ഇന്ന് വിപുലമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഇന്നത്തെ മാത്രം ഒരു ശാസ്ത്രമല്ല, നാളത്തെയും ഒരു ശാസ്ത്രമായിട്ട് എനർജി ചെയ്തു വരുന്ന ബയോടെക്നോളജിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ ആക്ച്വലി വാട്ട് ഈസ് ബയോടെക്നോളജി? ആ ടേം itself indicates the meaning. Bios means living organisms. Technology, you know, the സാങ്കേതിക വിദ്യ. It is a technology that is functioning because of the activity of microorganisms or living organisms. ഇപ്പൊ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ വയ്യാത്ത മൈക്രോ ഓർഗാനിസംസ് ഉൾപ്പെടെ ജീവനുള്ള ഓർഗാനിസംസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്. The biotechnology may be defined as the process of using living organisms or their products or the processes to obtain the products. ഇപ്പൊ നോക്കിക്കേ, ഒന്നെങ്കിൽ ലിവിംഗ് ഓർഗാനിസത്തെ അതേപോലെ തന്നെ നമുക്ക്
ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈംസിനെയോ അല്ലെങ്കിൽ ആ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്രോസസ്സിനെയോ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തിനു വേണ്ടിയിട്ട് ഫോർ ദി ബെറ്റർമെന്റ് ഓഫ് മാൻകൈൻഡ്, മനുഷ്യന് ഉപകാരമാകത്തക്ക രീതിയിൽ ലിവിങ് ഓർഗാനിസത്തെയോ ലിവിങ് ഓർഗാനിസം ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമിനെയോ അല്ലെങ്കിൽ ആ എൻസൈം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിനെയോ ഒക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്. ഒന്നും കൂടെ എന്ന് പറയാം, ശ്രദ്ധിച്ചിരുന്നുള്ള ബയോടെക്നോളജി may be defined as the process of using living organisms or their products for the betterment of human life. അപ്പോൾ മനുഷ്യ ജീവിതത്തെ ഇത് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. Let me ask a question. When did this particular branch start? എന്താണ് ഈ ബയോടെക്നോളജി എന്ന് പറയുന്ന ശാസ്ത്രം ആരംഭിച്ചത്? ഇതെന്താണ് ഉണ്ടായത്? ഇത് റീസെന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ശാസ്ത്രശാഖയാണ്. നമ്മൾ വിചാരിക്കും ഇത് റീസെന്റ് ആയിട്ട് എമർജ് ചെയ്തു വന്ന ഒരു ശാസ്ത്രശാഖയാണ് എന്ന്. എന്നാൽ സത്യത അല്ല. The branch of biotechnology or the discipline biotechnology that dates back to the time immemorial. It was there from the starting of the human civilization. മനുഷ്യൻ എന്നുണ്ടായ അന്ന് മുതൽ ബയോടെക്നോളജി ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. So the biotechnology can be categorized into two different headings. One is old biotechnology and the second one is modern biotechnology. You are so familiar with old biotechnology in day-to-day life. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഈ ടെക്നോളജി വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ അമ്മച്ചിമാരാണ് ഈ ടെക്നോളജി ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് നാളെ അപ്പം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അമ്മച്ചിമാർ എന്ത് ചെയ്യും? അമ്മച്ചിമാർ കുറച്ച് മാവ് കുഴച്ചിട്ട് അതിനകത്ത് കുറച്ച് കള്ള് അല്ലെങ്കിൽ എന്ത് ചെയ്യും? കുറച്ച് ഈസ്റ്റ് ഇടും. ഈസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം യൂണിസെല്ലുലാർ ഫംഗസ് ആണ്. ഈ കള്ളിനകത്ത് ഏറ്റവും കൂടുതൽ കാണുന്നത് ബാക്ടീരിയ ആണ്. അവിടെ അവിടെ മൈക്രോ ഓർഗാനിസം ഉണ്ട്. ഈ മൈക്രോ ഓർഗാനിസം ഈ മാവില് ചില പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, അത് പിറ്റേ ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഈ മാവ് ഇങ്ങനെ ഇരിക്കും, അത് പൊങ്ങിയിരിക്കും അല്ലേ? അത് തൊട്ട് നാക്കൽ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലോ അതിനാല് പുളിയുണ്ടാവും. അപ്പൊ ഈ റൈസിനിങ് ആൻഡ് സോറിങ് ഓഫ് ഡഫ്, ഈ മാവിന്റെ ഈ പൊങ്ങൽ ആൻഡ് പുളിക്കൽ, ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ആക്ടിവിറ്റി ഓഫ് ദിസ് മൈക്രോ ഓർഗാനിസംസ്. ഇതൊരു ബയോടെക്നോളജിയാണ് ശരി. ഇതാണ് ബ്രൂവിംഗ് ഇൻഡസ്ട്രിയില് ബേക്കിംഗ് ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യം. നമ്മുടെ വീട്ടിൽ വൈനുണ്ടാക്കിയത്, വൈനുണ്ടാക്കുന്നത് ഒരു ബയോടെക്നോളജിക്കൽ പ്രോസസ്സാണ്. വിനീഗർ ഉണ്ടാക്കുന്ന ഒരു ബയോടെക്നോളജിക്കൽ പ്രോസസ്സാണ്. ബ്രാൻഡി, വിസ്കി, റം എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലേ? അവിടെ എല്ലാം ഈ ഒരു ഫെർമെന്റേഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് ബയോളജിക്കൽ ഓർഗാനിസം. അപ്പോൾ ഈ വൈൻ പ്രൊഡക്ഷൻ അല്ലെ, ഈ ബെവറേജസിന്റെ എല്ലാം പ്രൊഡക്ഷനില് ബയോടെക്നോളജി, ബേക്കിംഗ് ഇൻഡസ്ട്രിയില് കേക്കൊക്കെ ഉണ്ടാക്കുന്ന പ്രോസസ്സില് ബയോടെക്നോളജി, റൈറ്റിംഗ് ഓഫ് ഫൈബേഴ്സ്. നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് അവിടെ അവരേൺ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണ്? കയറ് പിരിച്ച് കയറുണ്ടാക്കുക, ചകിരി പിരിച്ച് കയറുണ്ടാക്കുക. അപ്പൊ അവിടെ തേങ്ങയുടെ മടൽ കൊണ്ടുപോയി വെള്ളത്തിലിട്ട് ചീയിക്കും. അപ്പൊ ശരിക്കും ഈ റൈറ്റിംഗ് ഓഫ് ഫൈബേഴ്സിന് കാരണമാകുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ്. ഇപ്പൊ കോയർ ഇൻഡസ്ട്രി ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദിസ് ബയോടെക്നോളജി, വി ക്യാൻ സേ ലൈക്ക് ദാറ്റ്. കൺവേർഷൻ ഓഫ് മിൽക്ക് ഇൻടു കർഡ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അടുക്കളയിൽ നടത്തുന്നതാണ് അല്ലെ? എന്താണ്? പാലിനെ തൈരാക്കുന്ന പ്രക്രിയ, ദാറ്റ് ഈസ് ബയോടെക്നോളജി. അപ്പോ കൺവേർഷൻ ഓഫ് മിൽക്ക് ഇൻടു പ്രോഡക്റ്റ് ആണെങ്കിലും റെഡിങ് ഓഫ് ഫൈബേഴ്സ് ആണെങ്കിലും അതേപോലെ പ്രൊഡക്ഷൻ ഓഫ് വൈൻ, ആൽക്കഹോൾ, വിസ്കി, ബ്രാൻഡി, ബിയർ, ഇതെല്ലാം ബയോടെക്നോളജിയാണ്. ആൻഡ് ദിസ് ഈസ് കൺസിഡേർഡ് ആസ് ഓൾഡ് ബയോടെക്നോളജി. പിന്നീട് ബയോടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ടെക്നിക്സ് ആണ്. ടെസ്റ്റ് ട്യൂബ് ബേബീസിന്റെ ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ടു.
പിന്നീട് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആ മോളിക്കുലർ ലെവലിലേക്ക് ചെന്നിട്ട് ജീൻസിനെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വീണ്ടും വേറെ ചില ഓർഗനിസത്തിലേക്ക് കൊണ്ട് ചേർത്ത് വെക്കുന്ന പരിപാടി, ട്രാൻസ്ജീനിക് ആയിട്ടുള്ള ആനിമൽസിന്റെ, പ്ലാന്റ്സിന്റെ, മൈക്രോ ഓർഗനിസത്തിന്റെ പ്രൊഡക്ഷൻ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ക്ലോണിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ, അതും ഈ മോഡേൺ ബയോടെക്നോളജിയുടെ ഭാഗമാണ്. അപ്പോൾ മോഡേൺ ബയോടെക്നോളജി ഇൻക്ലൂഡ്സ് ദിസ് ടൈപ്പ് ദ ന്യൂക്ലിയർ ട്രാൻസ്ഫർ ടെക്നിക്, the recombinant DNA technology or genetic engineering, then again tissue culture, then again cloning, then in vitro fertilization strategies. ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് മോഡേൺ ബയോടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ബയോടെക്നോളജി എന്ന് പറയുന്നത് ഹ്യൂമൻ സിവിലൈസേഷൻ എന്നുണ്ടായോ അന്ന് മുതലുണ്ട്. അതിന് നമ്മൾ ഓൾഡ് ബയോടെക്നോളജി എന്ന് പറയുന്നു. അതിന് ചില എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ കണ്ടു. മോഡേൺ ബയോടെക്നോളജിയിലെ ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് റിക്കോംബിനന്റ് DNA ടെക്നോളജി ഓർ ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ മാനിപ്പുലേഷൻ ഓഫ് ജീൻസ്. പ്രധാനമായിട്ട് റിക്കോംബിനന്റ് DNA ടെക്നോളജി അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ടൂൾസ് ആണ് ഉള്ളത്, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇതിന്റെ പ്രോസസ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളായിരിക്കും ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. In your NCERT textbook, it is not arranged in a proper order. But I will take the things in a orderly manner. അതുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിയുമ്പോൾ കൺഫ്യൂസ്ഡ് ആകില്ല. ഇതിനകത്ത് പ്രധാനമായിട്ടും പ്രിൻസിപ്പിൾസും പ്രോസസ്സസും ആണ് പറഞ്ഞിരിക്കുന്നത് ബയോടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട്. എന്താണ് ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ അല്ലെങ്കിൽ റീകോംബിനന്റ് DNA ടെക്നോളജി, ആ ഒരു കാര്യമാണ് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ, we can cut a specific DNA of an organism. We can alter the specific DNA and can put it back into the same organism or different organism to produce a novel phenotype. ഇതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. We can alter the chemistry of the genetic material DNA or RNA by this technique. രണ്ട്, ഈ ഒരു ജീനിന്റെ എക്സ്പ്രഷൻ അത് ചിലപ്പോൾ ഇതിന്റെ പ്രോഡക്ട്സ് ആയിട്ടായിരിക്കും. അങ്ങനെയാണ് എങ്കിൽ അതിനെ കൊമേഴ്സ്യലായിട്ട് ഉത്പാദിപ്പിക്കാനായിട്ട് ബയോറിയാക്ടർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പ്രോഡക്റ്റ് കൊമേഴ്സ്യൽ സ്കെയിലിൽ നമുക്ക് ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ ഒരു പ്രോസസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, ലിസൺ മീ കെയർഫുള്ളി, ഈ ഒരു ടെക്നിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഒരു ഓർഗനിസത്തില് ഇല്ലാത്ത ഒരു ക്യാരക്ടർ നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു സെലക്ട് എ ഡിസൈറബിൾ ഓർഗനിസം വിച്ച് ഈസ് ഹാവിംഗ് എ ഡിസൈഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ആൻ ഓർഗനിസം, അല്ലെ? പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓർഗനിസത്തെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഇപ്പോൾ അതൊരു പയറുചെടിയിലെ ആകാം, അല്ലെങ്കിൽ ഒരു ഈസ്റ്റിലെ ആകാം, അല്ലെങ്കിൽ ഒരു ബാക്ടീരിയത്തിലെ ആകാം, അല്ലെങ്കിൽ ഒരു ആനിമൽസിലെ ആകാം, ഈവൻ ഹ്യൂമൻ ബീയിങ്സിലെ. അപ്പൊ അവിടെ ഒരു ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്ന ജീന്, ആ ജീനിനെയാണ് നമുക്ക് മറ്റൊരു ഓർഗനിസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പൊ അവിടെ നിന്ന് ആ ജീനിനെ നമ്മൾ എങ്ങനെ എടുക്കും? അപ്പൊ ഈ ടെക്നിക്ക് തുടങ്ങുന്നത് അവിടെയാണ്. How can we take the desired gene from that particular organism? ആ ഓർഗനിസത്തിലെ സെല്ലിലെ ന്യൂക്ലിയസിലായിരിക്കാം ഈ പർട്ടിക്കുലർ ജീൻ കിടക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഓർഗനിസത്തിന്റെ സെല്ല് യൂണിസെല്ലുലാറായിട്ടോ മൾട്ടിസെല്ലുലാറായിട്ടോ, ആ സെല്ലിലെ ഒരു ന്യൂക്ലിയസ്, ആ ന്യൂക്ലിയസില് ഇപ്പൊ നമുക്കറിയാം വെരി ലാർജ് നമ്പർ ഓഫ് ജീൻസ് ആർ പ്രസന്റ് ഇൻ എ ക്രോമോസോം. മനുഷ്യനെ സംബന്ധിച്ച് സയന്റിസ്റ്റുകൾ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിലൂടെ നമുക്ക് വെളിവാക്കി തന്നൊരു കാര്യം,
30,000 to 40,000 genes are present in the genome of human being. അപ്പോൾ ഒരു ക്രോമസോമിൽ ആയിരക്കണക്കിന് ജീനുകൾ ഉള്ളപ്പോൾ നമുക്കിഷ്ടമുള്ള ഒരു ജീനിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇവിടെയാണ് ഈ ഒരു ടെക്നോളജിയിൽ we have to use different types of enzymes. നമ്മളിതിന്റെ ടൂൾസിലേക്ക് പയ്യെ പോവുകയാണ്. ഈ പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ടൂൾസ് ആവശ്യമാണ്. Tools in recombinant DNA technology or genetic engineering. One important tool is the specific enzymes needed for this process. അതിലൊന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ DNA കട്ട് ചെയ്യാനായിട്ടുള്ള എൻസൈംസ് ഉണ്ട്. പക്ഷെ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ DNA നമുക്ക് DNAയിലേക്ക് എത്തിച്ചേരണം. അപ്പൊ എന്ത് ചെയ്യണം? സെല്ലിന്റെ പുറമേയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിഗ്രേഡ് ചെയ്ത് DNA-യിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള എൻസൈംസും ഈ ഒരു ടെക്നിക്കില് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും ലൈസിങ് എൻസൈം ലൈസിങ് എൻസൈംസ് ആണ്. സെൽ വോളിനെ ലൈസ് ചെയ്യുന്ന, സെൽ മെംബ്രെയിനെ ലൈസ് ചെയ്യുന്ന, RNA ലൈസ് ചെയ്യുന്ന, പ്രോട്ടീനിനെ ലൈസ് ചെയ്യുന്ന, ലിപ്പിഡിനെ ലൈസ് ചെയ്യുന്ന, അല്ലെ, ഇങ്ങനെയൊക്കെയുള്ള ചില എൻസൈംസ് ആവശ്യമാണ്. അപ്പൊ അത് ആനിമൽ സെൽസില്, പ്ലാന്റ് സെൽസില്, അതേപോലെ തന്നെ ഫംഗൽ സെൽസില് ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള എൻസൈംസ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പ്ലാന്റ് സെല്ലിലെ DNA ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് എന്ന് വിചാരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു എൻസൈം എന്ന് പറയുന്നത് ഏതായിരിക്കും? അതിന്റെ പുറമെയുള്ള സെൽ വോൾ ഡിഗ്രേഡ് ചെയ്ത് കളയാം. അപ്പൊ അവിടെ സെൽ വോളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്? സെല്ലുലോസ് ആണ്. അപ്പൊ ഈ സെല്ലുലോസിനെ നമുക്ക് ഡിഗ്രേഡ് ചെയ്ത് കളയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈമാണ് സെല്ലുലേസ് എൻസൈം. കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കണം കേട്ടോ. ഇപ്പം പ്ലാന്റ് സെല്ലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈമാണ് ഏത്? സെല്ലുലേസ് എൻസൈം. അതിനുള്ളില് ഇനി എന്തുണ്ട്? സെൽ മെംബ്രെയിൻ ഉണ്ട്. പ്ലാന്റ് ആയതുകൊണ്ട് അതിനുള്ളിൽ സെൽ മെംബ്രെയിൻ ഉണ്ട്, സെൽ വോളിനുള്ളിൽ, അല്ലെ? അപ്പൊ അതിന്റെ കോമ്പോസിഷൻ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫോസ്ഫോലിപ്പിഡ്സ് ആണ്, ബയോലിപ്പിഡ് മെംബ്രെയിൻ ആണ്. അപ്പൊ അതിനകത്ത് തന്നെ ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് പ്രോട്ടീൻസും ഉണ്ട്. അപ്പം ഫോസ്ഫോലിപ്പിഡ്സും പ്രോട്ടീൻസും ഉണ്ട്. അപ്പൊ അതിനെ ഡിഗ്രേഡ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് എൻസൈം ആവശ്യമായിട്ട് വരും? ഓഫ് കോഴ്സ് ലിപ്പേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ആവശ്യമാണ്. പ്രോട്ടിയേസ്, പ്രോട്ടീനിനെ ഡിഗ്രേഡ് ചെയ്ത എൻസൈം പ്രോട്ടിയേസ് ആവശ്യമാണ്. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് അമലൈസ് എന്ന് പറയുന്ന എൻസൈം ആവശ്യമാണ്. ഇപ്പൊ ന്യൂക്ലിയർ മെംബ്രെയിനിലും പ്ലാസ്മ മെംബ്രെയിനിലുള്ള ഇത്തരത്തിലുള്ള കെമിക്കൽസിനെയൊക്കെ ഡിഗ്രേഡ് ചെയ്ത് കളയാനായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള എൻസൈംസ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അവസാനം നമുക്കറിയാം അവിടെ RNA ഉണ്ടാകും. അപ്പൊ RNA ഡിഗ്രേഡ് ചെയ്യാനായിട്ട് എന്ത് ഉപയോഗിക്കണം? RNAs ഉപയോഗിക്കണം. അപ്പൊ ഒരു പ്ലാന്റ് സെല്ലിലെ ന്യൂക്ലിയസിലെ DNA ഐസൊലേറ്റ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെല്ലുലേസ് ഉപയോഗിക്കണം, ലിപ്പേസ് ഉപയോഗിക്കണം, അമലൈസ് ഉപയോഗിക്കണം, പ്രോട്ടിയേസ് ഉപയോഗിക്കണം, RNAs ഉപയോഗിക്കണം. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ സെൽ വോളില്, സെൽ മെംബ്രെയിനില്, സൈറ്റോപ്ലാസത്തിലുള്ള മിക്കവാറും സാധനങ്ങളൊക്കെ ഡിഗ്രേഡ് ചെയ്ത് പോയി നമുക്ക് എന്ത് കിട്ടും? DNA that can be separated. ഇനി നമ്മളൊരു ആനിമൽ സെല്ലാണെങ്കിലോ അവിടെ സെല്ലുലേസിന്റെ ആവശ്യമില്ല. ആനിമൽ സെല്ലിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത്, ലിമിറ്റിംഗ് ലെയർ എന്ന് പറയുന്നത് സെൽ മെംബ്രെയിൻ ആണ്. അവിടെ ഇപ്പൊ എന്താണ് ഉപയോഗിക്കേണ്ടത്? അവിടെ നമുക്ക് ലിപ്പേസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ സെൽ വോളിലാണെന്നുണ്ടെങ്കിൽ സെല്ലുലേസ് മാത്രമല്ല, നമുക്കറിയാം അതിൽ പെക്റ്റിൻ ഉണ്ട്. ഞാൻ വിട്ടുപോയതാണ്. ഇവിടെ പെക്റ്റിനേസ് എന്ന് പറയുന്ന എൻസൈമും ഉപയോഗിക്കണം. പക്ഷെ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കേണ്ട ലിപ്പേസും പ്രോട്ടീൻസും അതേപോലെ തന്നെ RNAസും ആണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫംഗൽ സെല്ലാണ്. ആ ഫംഗൽ സെല്ലിൽ നിന്നാണ് നമുക്കൊരു DNA സെപ്പറേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഫംഗൽ സെൽ വോൾ ദാറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് കൈറ്റിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ കൈറ്റിനെ ഡിഗ്രേഡ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ കൈറ്റിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മളൊരു ബാക്ടീരിയൽ സെല്ലിൽ നിന്ന് അതിൻ്റെ ഒരു DNA-യിൽ നിന്ന് അല്ലെന്നുണ്ടെങ്കിൽ
അതിൻ്റെ പ്ലാസ്മിഡിൽ നിന്ന് ഒരു ജീനിനെ DNA നമുക്ക് ഐസൊലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ലൈസോസൈം എന്ന് പറയുന്ന ഒരു എൻസൈമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് നമ്മൾ DNA എത്താനായിട്ട് പോയതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആദ്യത്തെ കാര്യം എന്താണ്? ഇപ്പൊ നമ്മൾ ഒരു പ്ലാന്റ് ഐഡന്റിഫൈ ചെയ്തു, അല്ലെങ്കിൽ ഒരു ആനിമൽ ഐഡന്റിഫൈ ചെയ്തു, അല്ലെങ്കിൽ ഒരു ഫംഗസ് ഐഡന്റിഫൈ ചെയ്തു, അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ ഐഡന്റിഫൈ ചെയ്തു. ഇതിൽ ഏതിൻ്റെയെങ്കിലും ഉള്ളിലുള്ള ഒരു DNA ഒരു ജീനാണ് നമുക്ക് ആവശ്യം. അപ്പൊ അതെന്ത് ചെയ്യണം? ആദ്യം DNA നമുക്ക് ഐസൊലേറ്റ് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് we will use different types of enzyme. അപ്പൊ ഏതൊക്കെ എൻസൈമാണ് വേണ്ടതെന്നുള്ള കാര്യമാണ് സാർ പറഞ്ഞത്. If we are going to isolate a DNA from the bacterial cell, of course we have to use lysozyme enzyme. If we are going to isolate the DNA of the fungus, we have to use the chitinase enzyme. If we are going to isolate the DNA fragment from the plant cell, we have to use cellulase enzyme, pectinase enzyme, lipase enzyme, protease enzyme, RNase enzyme. If you are going to separate a DNA apart from the animal cell, we have to use protease enzyme, lipase enzyme, then again RNase enzyme. അങ്ങനെ നമ്മൾ ഈ സെല്ലുകളും സെൽ മെമ്പറൈനും സൈറ്റോപ്ലാസ്മിലുള്ള കണ്ടന്റും ഒക്കെ ഡിഗ്രേഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ DNA ഇങ്ങനെ DNA സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്പൂളിംഗ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഒരു ഡയഗ്രാം ഉണ്ട്, കൊടുത്തിട്ടുണ്ട്. സ്പൂളിംഗ്, SPOOLING, സ്പൂളിംഗ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഇതൊരു ഇൻട്രോഡക്ടറി ക്ലാസ് ആയതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പോകുന്നില്ല. അടുത്ത ക്ലാസ്സിൽ ഈ DNA നിന്ന് ഈ ജീനിനെ എങ്ങനെയാണ് നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്. That's a very interesting process that we'll see in the next class. Thank you.